ഹജ്ജിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കി പോലീസ്. മക്കയിലും പ്രവേശന കവാടങ്ങളിലും പഴുതടച്ച പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത 2,70,000-ഓളം പേരെയാണ് ഇതിനോടകം പോലീസ് പിടികൂടിയത്. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയാൻ മക്കയ്ക്ക് പുറമെ മക്കയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യാനുള്ള പെർമിറ്റോ ഇല്ലാത്ത നിരവധി വിദേശികളെ പിടികൂടി. പെർമിറ്റ് ഇല്ലാത്ത 2,69,000-ഓളം പേരെ ഇതിനകം പിടികൂടിയതായി പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. ഇതിൽ ഭൂരിഭാഗം പേരെയും ചെക്ക് പോയിന്റുകളിൽ നിന്ന് തിരിച്ചയച്ചു. പെർമിറ്റ് ഇല്ലാത്തവർക്ക് യാത്രാ സഹായം നൽകിയ 1,09,000-ഓളം വാഹനങ്ങൾ പിടികൂടി. നിയമലംഘകർക്ക് യാത്രാ സഹായം നൽകിയ 1,200 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിനു പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 415 വ്യാജ ഹജ്ജ് ഓഫീസുകൾ അടച്ചുപൂട്ടിയതായും പോലീസ് അറിയിച്ചു. 75,000-ഓളം നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അനധികൃതമായി ഹജ്ജിന് ശ്രമിച്ചാൽ 20,000 റിയാലാണ് പിഴ. ഇവർക്ക് യാത്രാ സഹായമോ താമസ സൗകര്യമോ നൽകിയാൽ 1,00,000 റിയാൽ പിഴ ലഭിക്കും. കൂടാതെ വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.